ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ആവറേജിനെ ബേസ് ചെയ്ത് CPOയിൽ സംതിങ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു മോക്ക് എക്സാമിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് വെയിറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് 3 പീപ്പിൾ, മൂന്നാൾക്കാരുടെ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് എയും ബിയും സിൻ്റെയും കൂടി ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 70 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഡി വരുന്നു. ഡി വരുമ്പോഴത്തേക്ക് ആവറേജ് 60 മാറി. ഡി വരുമ്പോഴത്തേക്ക് ആവറേജ് 60 മാറി. ഓക്കെ. ദെൻ വൺ മാൻ ഇ ഹൂസ് വെയിറ്റ് ഈസ് 5 കിലോ മോർ ദാൻ ദാറ്റ് ഓഫ് ഡി. ഡിനെക്കാളും 5 കിലോ കൂടിയ ഒരാൾ ഈ ഒരു ഗ്രൂപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ആള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് BCDEന്റെ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 59 മാറി. അങ്ങനെയാണെങ്കിൽ എയിൻ്റെ വെയിറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഇക്വേഷൻ എഴുതി ചെയ്യാം. ഞാൻ ആക്ച്വലി ലോജിക്കലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും സിൻ്റെ ആവറേജ് 70 ആണെന്നറിയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്കും ബിക്കും സിക്കും എല്ലാവർക്കും 70 ഉണ്ടാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 70 ഉണ്ടാകാം. അതിലോട്ട് ഡി വരുമ്പോഴത്തേക്ക് ആവറേജ് 60 മാറി. അതായത് ആക്ച്വലി ഡിയും 70 കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഓക്കെ. ഡി വരുമ്പോഴത്തേക്ക് ആവറേജ് 60 ആയെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഡീന് 60-നേക്കാളും കുറവായിരിക്കും. എത്ര കുറവായിരിക്കും എന്ന് നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഡി വരുമ്പോഴത്തേക്ക് ആക്ച്വലി എന്ത് പറ്റും? ഈ എയിന്നും ഒരു 10 പോകും, ബിന്നും ഒരു 10 പോകും, സിന്നും ഒരു 10 പോകും നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ 10 വെച്ച് പോകുന്നത് ആരിലോട്ടാണ് പോകുന്നത്? ഡിയിലോട്ടാണ് പോകുന്നത്. അത് എന്തിനാണ് പോകുന്നത്? ഡിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60-നേക്കാളും കുറവാന്ന് പറഞ്ഞില്ലേ? ഈ ഡിക്ക് 60-ലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഈ 10 വെച്ച് പോകുന്നത്. അതായത് 30 ഡിക്ക് കൊടുക്കുവാണ്. എന്തിനു വേണ്ടി? ഈ 60-ലോട്ട് എത്താൻ വേണ്ടി. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡീന്റെ വാല്യൂ എത്രയാണ്? സത്യം പറഞ്ഞാൽ 60-ൽ നിന്ന് നിങ്ങൾ 30 കുറച്ചാൽ മതി. 30 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ. ഇത് നിങ്ങൾക്കൊന്ന് കത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. കത്താൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഒന്നുകൂടി ഞാൻ പറയാം. എല്ലാവർക്കും 70 വെച്ചുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. എല്ലാവർക്കും 70 വെച്ചുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഡി വരുമ്പോഴത്തേക്ക് ആവറേജ് 60 അതിനർത്ഥം മനസ്സിലാക്കേണ്ടത് ഡിക്ക് 60-നേക്കാളും കുറവാന്ന് മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് മനസ്സിലാക്കണം. കാരണം ഡിക്ക് 60-ലോട്ട് എത്തിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടി ഒരു 10 വെച്ച് കൊടുക്കുന്ന കൊണ്ടാണ് ഈ ആവറേജ് കുറയണമെന്ന് മനസ്സിലാക്കാം. സോ ഡീന്റെ വാല്യൂ എത്ര വരും? 30 എന്ന് പറഞ്ഞു വരും. സോ ഇന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് പറഞ്ഞു കിട്ടും? 35 എന്ന് പറഞ്ഞു കിട്ടും. കാരണം ഇ എന്ന് പറയുന്നത് എന്താണ്? ഡിനേക്കാളും 5 കൂടുതലാണ്. ഓക്കെ. അതൊക്കെ. ഇനിയിപ്പോ നോക്കുക, എ ബി സി ഡി ഇതിന്റെ ആവറേജ്, എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡീൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 60ആണ്. ഇതില് എയിനെ മാറ്റിയിട്ട് പകരം വരുവാണ്. എയിനെ റീപ്ലേസ് ചെയ്തിട്ട് വരുവാണ്. അപ്പൊ ആൾക്കാരുടെ എണ്ണത്തിന് വ്യത്യാസമില്ല. ആ ഒരു സമയത്ത് ആവറേജ് 59 എയിനെ മാറ്റിയിട്ട് ഈനെ കൊണ്ടുവരുമ്പോൾ ആവറേജ് എന്താകുന്നു? 59 അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കേസ്, ഈയുടെ വാല്യൂ എയിനേക്കാളും കുറവാണ്. ശരിയാണല്ലോ? ഈന്റെ വാല്യൂ എയിനേക്കാളും കുറവാണ്. സപ്പോസ് ഇക്കും എക്കും ഒരേ വാല്യൂ ആയിരുന്നുവെങ്കിൽ 60 തന്നെ വന്നേനെ. സപ്പോസ് ഈന്റെ വാല്യൂ എയിനേക്കാളും കൂടുതലായിരുന്നെങ്കിൽ ആവറേജ് എന്ത് ചെയ്തേനെ? ആവറേജ് ഒന്ന് വെച്ച് കൂടിയേനെ. സോറി, ആവറേജ് കൂടിയേനെ. ഒന്നല്ല, ആവറേജ് കൂടിയേനെ. സപ്പോസ് ഈന്റെ വാല്യൂ എയിനേക്കാളും കൂടുതലാണെങ്കിൽ ആവറേജ് കൂടിയേനെ, ടോട്ടൽ ആവറേജ്. അതുപോലെ തന്നെ ഈന്റെ വാല്യൂ എയിനേക്കാളും കുറവായിരുന്നെങ്കിൽ ഈന്റെ വാല്യൂ എയിനേക്കാളും കുറവായ കൊണ്ടാണ് ആവറേജ് കുറഞ്ഞത്. ഇനിയിപ്പോൾ നോക്കേണ്ടത് കുറഞ്ഞു. എത്ര കുറഞ്ഞു? 1 വെച്ച് കുറഞ്ഞു. 1 വെച്ച് കുറയുന്നെന്ന് പറയുമ്പോൾ ഈ 4 പേർ, ഓക്കെ, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ വെക്കുക, 1 കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എയിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി
എയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈനേക്കാളും കൂടുതലാണ്, അതായത് 35-നേക്കാൾ കൂടുതലാണ്. ഇനി എത്ര കൂടുതലെന്ന് കണ്ടുപിടിക്കണം. എത്ര കൂടുതലെന്ന് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട, ഒന്ന് വെച്ചാൽ കുറഞ്ഞ, ഒന്ന് വെച്ചിട്ടാ കുറഞ്ഞ. അത് എത്ര പേർക്ക്? 4 പേർക്ക്. റീപ്ലേസ് ചെയ്ത് വരുമ്പോഴേ 4 പേരാ ഉള്ളത്. അപ്പോൾ ആ 4 ഇവിടെ കൂട്ടണം. ഓക്കെ, 4 കൂട്ടണം. അപ്പോൾ എത്ര വരും? 39 എന്ന് പറഞ്ഞു വരും. ഇതായിരിക്കും ആരുടെ വാല്യൂ? നമ്മുടെ ഇന്റെ വാല്യൂ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ലോജിക്കലായിട്ട് ആലോചിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഇട്ട് ചെയ്യാം. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അതായിട്ട് ചെയ്യുക.